അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠ ദൈവദാസൻ കുടുംബം, മറ്റെല്ലാ ദൈവമക്കൾക്കും, അതിനോടൊപ്പം തന്നെ സൂമിലൂടെയൊക്കെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കട്ടെ. സങ്കീർത്തന വേദഭാഗത്തു നിന്നും ഒരല്പനിമിഷം മാത്രം ദൈവത്തിൻ്റേതായ വചനം ഒരല്പനേരം പ്രബോധിച്ചിട്ട് ഞാൻ എൻ്റെ സ്വസ്ഥാനം വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 54-ാമത്തെ സങ്കീർത്തനമാണല്ലോ നാം വായിച്ചു കേട്ടത്. അത് നമ്മൾ പ്രാരംഭത്തിൽ തന്നെ വായിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം നമുക്ക് മനസ്സിലാകാനിടയായിത്തീരും. ദാവീദിൻ്റെ ആ മൈക്ക് ഓണാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 54-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചു കേട്ടത്. അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അല്ലയോ സ്തോത്രം, അതിൻ്റെ ഹെഡിങ് തന്നെ വായിക്കുവാനിടയായി. ദാവീദിൻ്റെ ഒരു ധ്യാനം. സീഫി എന്ന ശൗലിനോട് ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തന വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായി. പ്രത്യേകിച്ച് അതിലെ ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ച് അതിൻ്റെ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം നൽകിയതായ ദൈവസഭയോട് നൽകുവാൻ ഏൽപ്പിച്ചതായ ഒരു ആലോചനയും കൂടെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് എൻ്റെ സ്വസ്ഥാനം വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 54-ാം സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യം ദയവായി മൈക്കിലൂടെ ഒന്ന് വായിക്കാം. 54-ാം സങ്കീർത്തനം 1-2 വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. മതി. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ദാവീദിൻ്റെ ഒരു സങ്കീർത്തന വേദഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു രീതി അവിടെ കാണാൻ സാധിക്കുന്നു. അവിടെ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അത് വായിച്ചു കേട്ട എൻ്റെ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ ദാവീദിൻ്റെ പല ഹല്ലേലൂയ സ്തോത്രം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ പലതും പ്രാർത്ഥനകളായിരുന്നു അല്ലേ. 54-ാം സങ്കീർത്തനം മാത്രമല്ല, പല വാക്യങ്ങൾ, പല സങ്കീർത്തന വേദഭാഗം വായിക്കുമ്പോൾ ഒരു ദൈവത്തോടുള്ളതായ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ അല്ലയോ സ്തോത്രം, അതിലൊക്കെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അല്ലയോ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ളതായ ഒരു പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അതിപ്രാധാന്യം ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകൾ നമ്മുടെ സഭയിൽ അല്ലയോ സ്തോത്രം നിരന്തരമായി ദൈവവചനത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ ആഴത്തെപ്പറ്റിയും ദൈവം എങ്ങനെ നീളുന്നൊക്കെ വ്യക്തമായി ദൈവദാസനിലൂടെ നാം കേൾക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ദൈവമായി വെളിപ്പെട്ടവനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുകയും ആ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ള ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണെന്നാണ് നമ്മൾ ദൈവസഭകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഇവിടെ ദാവീദ് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ആന്തരികമായി എന്ന് പറയണം, കർത്താവേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണം, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. സങ്കീർത്തനക്കാരൻ വ്യത്യസ്തമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെതായ ഒരു വലിയ കഷ്ടതവേള ദൈവത്തോട് നിലവിളിക്കുകയാണ്. പക്ഷേ ആ നിലവിളിക്കുമ്പോഴും പറയുന്നത് എൻ്റെ കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ കർത്താവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ ദാവീദ് ഇവിടെ ചിന്തിക്കണം, ഇവിടെ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു മനുഷ്യനാണ് ദാവീദ് അല്ലേ. ഒറ്റപ്പെട്ട മനുഷ്യൻ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കൊന്നും ദാവീദായിരിക്കാം. കാരണം വനാന്തരങ്ങളിൽ പലപ്പോഴും ആരും എന്തിയില്ല, സഹായമില്ലായിരുന്നു. അതിന് വനാന്തരങ്ങൾ മാത്രമല്ല, രാജകൊട്ടാരത്തിലായാൽ പോലും രാജകീയ അനുഭവത്തിൽ പോലും 40 വർഷത്തോളം കർത്താവിന് വേണ്ടി ശക്തമായി നിന്നുവെങ്കിൽ തന്നെയും തൻ്റെ ഒരു തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു 75%, അതായത് 75% അവൻ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. ദൈവമകനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു പക്ഷേ കൂട്ടായ്മയിൽ ഒരു പക്ഷേ നമ്മൾ ജീവിക്കുവാൻ സാധ്യതയുള്ള വളരെ കുറച്ച് നിമിഷങ്ങളായിരിക്കാം. എന്നാൽ പക്ഷേ ദാവീദിന് ഉറപ്പുണ്ടായി, ഞാൻ എവിടെ നിന്ന് ദൈവത്തെ ആരാധിച്ചാലും, ഞാൻ ഏത് കണ്ണുനീരിൻ്റെ താഴ്വരയ്ക്കകത്ത് നിന്ന് ദൈവത്തെ നിലവിളിച്ചാലും, ഞാൻ ഏത് സാഹചര്യത്തിൽ നിന്ന് കർത്താവിന് വിളിച്ചാലും, ദൈവത്തെ നിലവിളിച്ചാലും എനിക്ക് വേണ്ടി ചാരയണയുന്ന, അത് കാട്ടിനകത്തായിക്കൊള്ളട്ടെ, സിംഹത്തിൻ്റെ മുൻപിലായിക്കൊള്ളട്ടെ, കരടിയുടെ മുൻപിലായിക്കൊട്ടെ, ശൗലിൻ്റെ മുൻപിലായിക്കൊള്ളട്ടെ, തന്നെ കൊല്ലുവാൻ ഭാവിച്ചിരിക്കുന്ന രാജകീയമായ അനുഭവത്തിൽ ഉന്നതി നിൽക്കുന്ന രാജകൊട്ടാരത്തെ രാജാവായിക്കൊള്ളട്ടെ, ഒരു ദൈവഭക്തനായി ഞാൻ നിലകൊള്ളിടത്തോളം കാലം, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുള്ളിടത്തോളം കാലം എനിക്ക് ആശ്രയിക്കാൻ ഇടമുണ്ടെങ്കിൽ എൻ്റെ കർത്താവല്ലാതെ ആരുമില്ല.
പ്രൈസ് അല്ലാഹ്. ആ ഒരു ബോധമാണ് പലപ്പോഴും ദാവീദ് ഇങ്ങനെ പറയുന്നത്, കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷ, എൻ്റെ പാറ എന്നൊക്കെ പലപ്പോഴും ദാവീദ് പറയുന്നതിന് കാരണം ഇതാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം, ലോകത്തിലെ ഏതു തരത്തിലുള്ള രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ഈ ലോകത്തിലെ ഏത് രോഗമായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, പ്രയാസമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, നിന്ദകളായിക്കോട്ടെ, ഒറ്റപ്പെടലായിക്കോട്ടെ, അസന്തോഷമായിക്കോട്ടെ, അസമാധാനമായിക്കോട്ടെ, മരണങ്ങൾ ഉൾപ്പെടെ കുടുംബജീവിതത്തിൽ കടന്നു വന്നു എന്ന് പറഞ്ഞാലും നാം ഓർക്കണം, നമ്മെ സൃഷ്ടിച്ച, നമ്മോട് കൂടെയുള്ള, നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ സാന്നിധ്യം എന്നിലുണ്ടോ എന്നുള്ള ബോധ്യമാണ് നമ്മെ ആ സാഹചര്യങ്ങളൊക്കെ നിലനിർത്തുവാനിടയായി തീരുന്നത്. ഇവിടെയും ദാവീദ് അങ്ങനെയൊക്കെയാണ് ദൈവത്തോട് നിലവിളിക്കുവാനാണ്. ഇവിടെ പറയുന്നത്, ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണം, എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണം. ഓർക്കണം, ദാവീദ് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, നിലവിളിക്കുന്നത്. പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തോട് നാം നിലവിളിക്കുമ്പോൾ നാം എങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തെ നിലവിളിക്കേണ്ടത്, ഹല്ലേലൂയ, എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചു വരുന്നൊരു ഭാഗമാണല്ലോ, ദൈവസഭകളിലും ദൈവ ആരാധനകളിലും ഒരു ലക്ഷ്യം തെറ്റിപ്പോകുന്ന അനുഭവത്തിലേക്ക് എന്ത് ചെയ്യാണ്, സഭ പോയിക്കൊണ്ടിരിക്കുകയാണ്, തലമുറകളെ ആ വിധത്തിൽ നിയന്ത്രിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവിന്ന് ദാവീദിനോടൊപ്പം നമുക്ക് ചേർന്ന് ഇത് പഴയ നിയമ കാലഘട്ടം ദൈവത്തോടുള്ളതായ ഒരു ആദരവ്, അല്ലെങ്കിൽ ദൈവം അവനെ വിളിച്ചുവെന്നും ദൈവം അവനോട് കൂടെയുണ്ടെന്നും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്നും തനിക്കൊരു ബോധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഏത് പ്രതികൂല ഘട്ടത്തിലും അവൻ ദൈവത്തോട് നിലവിളിക്കുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജീവിതത്തിലെ നിരാശകളോ തോൽവികളോ അല്ല തന്നെ നിയന്ത്രിച്ചിരുന്നത്, വിജയവുമല്ല, സന്തോഷവുമല്ല, സമാധാനവുമല്ല തന്നെ നിയന്ത്രിച്ചിരുന്നത്. അവൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും ഏതു നന്മയുടെ അനുഭവത്തിലായാലും വിജയത്തിലായാലും തോൽവിയിലായാലും അവൻ ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളായിരുന്നു എന്ന് ദാവീദിനെ പറ്റി കാണുന്നു. അങ്ങനെയാണ് പുതിയ നിയമ വിശ്വാസികളെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ദൈവസഭ എന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവം എന്ത് ചെയ്യാണ്, ഒരു സഭയായി വിളിച്ച്, നമ്മൾ 4 ചുവരുകൾക്കുള്ളിലുള്ള ഒരു അനുഭവത്തെ അല്ല സഭയെന്ന് പറയുന്നത്. എന്താണ് സഭ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അതാണ് എക്ലീഷ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവാത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള സമർപ്പണം അത്രയാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം വ്യക്തമായി പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് നാം ഓരോരുത്തരും ആണെന്നുള്ള ബോധ്യമാണ് ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭകളിൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധം എന്നാണെന്നറിയാമോ? ഞാൻ പ്രാരംഭഘട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു ഭാഗമാണ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു ദൂതുമാണ്. പ്രത്യേകിച്ച് ദൈവവചനമൊക്കെ വായിക്കുകയും പല മെസ്സേജുകളൊക്കെ കാലഘട്ടത്തിൽ ശക്തമായി നിൽക്കുന്ന അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യമുള്ള ദൈവദാസന്മാരുടെ പല മെസ്സേജുകളൊക്കെ ഞാൻ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ദൈവത്തിനൊക്കെയും ദൈവാത്മാവ് നൽകുന്ന ആലോചനയോടെ ദൈവസഭയോട് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായി ദൈവസഭയോട് ഷെയർ ചെയ്യും. ദൈവം അങ്ങനെയാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിൽ സഭയുടെ ഒരു വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? ആ ദൈവസഭയ്ക്കകത്ത് ഒരു ദൈവദാസന് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ എന്നുള്ള ബോധ്യതയാണ്, അല്ലെങ്കിൽ സ്തോത്രം, ഞാൻ പറയുന്നു ഒരു പരിധിവരെ ദൈവസഭയുടെ പരാജയത്തിന് കാരണം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മെ എല്ലാ പേരെയും, ആരെയും മാറ്റി, ദൈവദാസനായിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ, നമ്മെ എല്ലാ പേരെയും ദൈവം തിരഞ്ഞെടുത്ത് എങ്ങനെയാണ്? രാജകീയ പുരോഹിത വർഗമായിട്ട്. നമ്മളെല്ലാ പേരും രാജകീയ പുരോഹിത വർഗമാണ്. പക്ഷേ അല്ലയോ സ്തോത്രം, ഇതിനെ പറ്റിയൊക്കെ പൗലോസ് ആദിമ കാലഘട്ടത്തിൽ കൊരിന്ത്യ ലേഖനത്തിനോട്, കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായി പറയും, നിങ്ങളുടെ സഭയ്ക്കകത്ത് എങ്ങനെയാകരുതെന്ന്. അത് ഈ കാലഘട്ടവുമായി വളരെ പ്രസക്തമുള്ളത് കൊണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉമുള്ള വേദഭാഗം ഒന്ന് വായിക്കാം. മൈക്കിലൂടെ പറ്റുമെങ്കിൽ വായിച്ചു ദയവായിട്ട്. ഒത്തിരി പേര് യൂട്യൂബ് നമ്മുടെ സൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ മതി. ഇവിടെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണം. ഇവിടെ സഭയ്ക്കകത്ത് യഥാർത്ഥത്തിൽ സഭ സ്ഥാപിച്ചത് ആരാണ്?
ആരാണ്? പരിശുദ്ധാത്മാവ് അല്ലേ എന്നാണ് അതിൻ്റെ ആരംഭം, എന്നാണ് സഭയെ സ്ഥാപിച്ചതിൻ്റെ ആരംഭമാണ് മർക്കോസിൻ്റെ ദൈവജനെല്ലാം ദയവായിട്ട് കേൾക്കണം. നമ്മളെല്ലാം ഇതിനോടൊപ്പം ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വത്രം ഹല്ലേലൂയ. ദൈവസഭ ആരംഭിച്ച എവിടെയാണ്? മർക്കോസിന്റെ മാളിക മുറിയിൽ. അവിടെ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉണ്ട്, ഒറ്റ ഗ്രൂപ്പ് മാത്രം. ആരാണ്? ദൈവസഭ, ക്രിസ്തുവിന്റെ സഭ എന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു അല്പം മാറി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം ദൈവസഭകൾ വന്ന് ചർച്ചയ്ക്ക് രൂപാന്തരങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പൗലോസ് ദൈവസഭകൾ അനേകം സഭകളെ സ്ഥാപിച്ച് അനേകം പേർ നിന്നപ്പോൾ കൊരിന്ത്യ സഭയ്ക്കകത്ത് നടക്കുന്നൊരു സംഭവം അതിവിടെ പറയുന്നതിന് കാരണം ഈ കാലഘട്ടത്തിൽ നടക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം. ഇവിടെ അങ്ങനൊരു വല്ലാത്തൊരു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ട സഭയ്ക്കകത്ത് സ്പ്ലിറ്റ് വന്നു. എന്താണെന്നറിയാമോ? ഒരു പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജാതിപരമായിക്കോട്ടെ, വർഗവർണ്ണ വിവേചനമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും നോമിനേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിവിഷനകത്ത് കടന്നു വന്നു. അതെന്താണെന്ന് വേദപുസ്തകം പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു ഒരു പക്ഷക്കാർ എന്ത് ചെയ്യാണ്? പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞു. ഒരു പക്ഷക്കാരെന്താണ് പറയുന്നത്? ഹല്ലേലൂയ, അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് സ്പ്ലിറ്റ് കടന്നു വരികയാണ്. ദൈവസഭയ്ക്കകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഡിനോമിനേഷൻ ഉണ്ടായതായ സ്പ്ലിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ഡിനോമിനേഷൻ എന്ന വ്യത്യസ്തമായ കാലഘട്ടത്തിൽ പിതാക്കന്മാരുടെ അവരവരുടെ സാഹചര്യം അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടെന്നുള്ളൂ. പക്ഷേ ഒരു ദൈവമക്കളെ സംബന്ധിച്ച് ഹൃദയംഗമായി ദൈവം ആഗ്രഹിക്കും. നമ്മുടെ മാനസികമായ ചിന്ത എന്തായിരിക്കും എന്നറിയാമോ? ഒരു പക്ഷക്കാരും ഒരു ഷാരോൺകാരെന്നും പറയാൻ പാടില്ല. ഒരു IPC ദൈവസന്നിധി വരുമ്പോൾ IPCക്കാരെന്ന് വരാൻ പാടില്ല. നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയുടെ സഭയെന്ന് പറയാൻ പാടില്ല. നമ്മൾ ദൈവത്തെ ദൈവമക്കളാണ് ബോധ്യതയോടെ നാം എന്ത് ചെയ്യണം? നിൽക്കണം. ദൈവസഭയ്ക്കകത്ത് പോലും ജാതി സംബന്ധമായി വേർപെടലുകളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരുപാട് വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ദൈവസഭയുള്ള ബന്ധത്തിനായിരുന്നുകൊണ്ട് ഞാൻ പറയാം, പല ദൈവസഭകളും ജാതിപരമായും വർഗവർണ്ണ വിവേചനം, ഹല്ലേലൂയ പണക്കാർ, അതുപോലെ വിവിധമായ വിവേചനം വരുമ്പോൾ ദൈവവചനം വ്യക്തമായി എന്താ പറയുന്നത്? ഇവിടെ എന്താ പറയുന്നത്? ഒന്ന് വായിക്കാം. വായിച്ചോട്ടെ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? മതിയുടെ കാണാൻ സാധിക്കും. ദൈവദാസന്മാരുടെ പേരിൽ പോലും ദൈവസഭ അറിയപ്പെടാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരുടെ പേരിൽ പോലും ഇന്നയാളുടെ സഭ എന്ന് ദൈവസഭ അറിയപ്പെടാൻ പാടില്ല. ക്രിസ്തുവിന്റെ സഭ. ഞാൻ ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും നമ്മുടെ സഭയോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഒരു ദൈവദാസന്മാരുടെ പേര് വന്ന് നമ്മൾ ആരും പറയില്ല. കർത്താവിനെ ആരാധിക്കുന്ന ഒരിടം ഇന്നൊരു സ്ഥലത്തുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മറ്റൊരു ദൈവസഭയിലുള്ളൊരു വിശ്വാസിയെ കാണുമ്പോൾ ഇന്ന വിശ്വാസി എന്ന് വിചാരിക്കരുത്. എൻ്റെ സഹോദരങ്ങൾ എന്നുള്ള ചിന്തയിൽ നമ്മളെ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നു? കാരണം എന്നാണെന്നറിയാമോ? ദൈവവചനം അങ്ങനെ പറയും. നീ അപ്പല്ലോസിൻ്റെയോ ഹല്ലേലൂയ സ്തോത്രം പൗലോസിൻ്റെ തടക്കാരൻ എന്ത് ചെയ്യരുത്? പറയരുത്. പക്ഷെ ദൈവവചനം പറയുന്നു, വ്യക്തമായി പറയുന്നു, അങ്ങനെ പറയുമ്പോൾ എന്താണ്? നിങ്ങൾ സാധാരണ വ്യക്തികളെ പോലെയാകുന്നു. ഇവിടെ ദാവീദ് പറയുന്നൊരു കാര്യം എന്താണ്? ഞാൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എനിക്ക് ഉത്തരം അരുളുമെന്ന് ഒരു പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ഒരു കാഴ്ചപ്പാട്, ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ദൈവത്തോട് നിലവിളിക്കുന്നത്. പക്ഷെ ഈ കോൺഫിഡൻസ് ആണ് ഇന്ന് കാലഘട്ടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എന്താണ് ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്? ഈ വേദഭാഗം മറക്കരുത്. നമ്മളൊന്ന് വായിച്ചു നോക്കാം. എഫേസ്യ ലേഖനം നമ്മൾ നിരന്തരമായി വായിച്ച ഭേദമാണ്. ഒരൊറ്റ വാക്യം പൗലോസ് ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു വാചകമുണ്ട്. എഫേസ്യ ലേഖനം 6:19-20 വാക്യം വായിച്ചേ. ഞാൻ ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. അപ്പൊ ഓർക്കണം, നമ്മൾ പിന്നെ കൊരിന്ത്യൻ കടന്നു വരാം. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ ശക്തമായി നിൽക്കുന്ന മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്, ഞാനും എന്ത് ചെയ്യാണ്? ഈ ലോകത്തിൽ ജീവിക്കുന്നത് കാരണം
ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടുവണ്ണം സംസാരിപ്പാൻ എന്ന് പറഞ്ഞാൽ നന്നായി പ്രസംഗിക്കാൻ അറിയാം, നന്നായി എഴുന്നേറ്റും ദൈവവചനം പ്രഘോഷിക്കാൻ അറിയാം. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പിന്നെയും ദൈവസഭയോട് പറയുകയാണ്, എനിക്കൊരു പ്രാഗൽഭ്യത്തോടെ നിന്ന് പ്രസംഗിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് നിലവിളിക്കണം, കർത്താവേ ആ ഒരു പ്രാഗൽഭ്യം എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇവിടെ ദാവീദ് അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കകത്ത് ഒരു സ്പ്ലിറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അതിന് ആധാരം എന്താ? നമ്മൾ അതിനകത്ത് തന്നെ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ ഇവിടെ പറയുന്നു, അല്ലയോ സ്തോത്രം, 11-ാമത്തെ വാക്യം വായിച്ചേ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമില്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഓർക്കണം, ദൈവസഭയുടെ അടിസ്ഥാനം ആരായിരിക്കണം? ക്രിസ്തു ആയിരിക്കണം. പാസ്റ്റർ ആകരുത്, അവിടെയുള്ള സഭാ കമ്മിറ്റി ആകരുത്, വ്യക്തികൾ, പണക്കാരോ സാമ്പത്തികമുള്ളതോ ഉന്നത നിലവാരം ആരുമാകരുത്. അടിസ്ഥാനം ദൈവസഭയിൽ ക്രിസ്തു ഉള്ള ഒരു സഭയായിരിക്കണം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു അടിസ്ഥാനപ്പെട്ട ഒരു സഭയായിരിക്കട്ടെ നമ്മുടെ ഓരോ സഭകളും. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? നമ്മൾ സമയം മുമ്പോട്ട് വേണ്ടി ഞാൻ പറഞ്ഞു പോകാം. ദൈവവചനത്തിൽ 5 വിധമായ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ? അതൊരു പ്രത്യേകമായ ഒരു വ്യക്തികൾക്കുള്ള. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനെ വിളിച്ചാൽ ദൈവം എന്ത് ചെയ്യും? പ്രത്യേക അഭിഷേകം ചെയ്യും, അല്ലേ? പ്രത്യേക രാജാവാണെങ്കിലോ അതിനൊരു അഭിഷേകം. ഇനി പ്രത്യേകമായ എല്ലാ തരത്തിലും എന്ത് ചെയ്യണം? അഭിഷേകം ഉണ്ടായിരുന്നു, പ്രത്യേക അഭിഷേകം. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു അഭിഷിക്തൻ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ അഭിഷിക്തനേ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവസഭയോട് പറയുന്നുള്ള ദൈവം ഏൽപ്പിച്ച ദൗത്യം ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഇരിക്കത്തുള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവസഭയ്ക്കകത്ത് 5 വിധമാകുന്ന ശുശ്രൂഷകൾ അവിടെയുള്ള ദൈവദാസന്മാർക്കും ദൈവദാസന്മാരുടെ ഭാര്യമാർക്കും മാത്രമുള്ളതല്ല. നമ്മെ എല്ലാ പേരെയും ഈ 5 ശുശ്രൂഷകൾ ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ പണി ആരാ? അവിടെ ദൈവദാസന്റെ കഴിവാകരുത്, ദൈവദാസന്റെ പ്രസംഗമാകരുത്, അതൊന്നുമല്ല. ദൈവസഭയുടെ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ചിന്ത എന്നിൽ ഭരിക്കട്ടെ. മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരപരമായ സഭയോടുള്ളതായ കമ്മിറ്റ്മെന്റ് ആയിരിക്കരുത്, ക്രിസ്തുവുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആയിരിക്കട്ടെ. ഒരു വ്യക്തിയെ കാണുമ്പോൾ, മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ, മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ എൻ്റെ സഹോദരനാണെന്ന് സഹോദരിയാണെന്ന് അംഗീകരിക്കാൻ എന്താ കഴിയാൻ പറ്റാത്തേ? ദൈവവചനം പറയുന്നു, പൗലോസ് പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സഭയുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനൊരു കെട്ടിടമല്ല, അങ്ങനൊരു കെട്ടിടമല്ല, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരടിസ്ഥാനമായിരിക്കട്ടെ ദൈവസഭ. ഇതെന്താണെന്നറിയാമോ? സ്പ്ലിറ്റ് കൊണ്ടുവരണത് എന്തിനാണെന്നറിയാമോ? ഇവിടെ വ്യക്തമായി പറയുന്നു, അന്ത്യകാലഘട്ടത്തിൽ, ദുർദിവസ കാലഘട്ടത്തിൽ പലതും സംഭവിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രം മുമ്പിൽ ഒതുക്കപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളെ ആയിത്തീരുമ്പോൾ തന്നെ സഭയ്ക്കകത്തു പോലും കയറി വന്നു. ഇതിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? സഭയ്ക്കകത്ത് ക്രിസ്തു കേന്ദ്രീകൃതമല്ലാതിരിക്കുമ്പോൾ നാം ഓർക്കണം, ക്രിസ്തുവിനെ മാത്രം മറന്നുപോകുന്നു. അതെന്താ കാരണം ഞാൻ പറയാം. ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ, ഞായറാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവം അറിഞ്ഞാൽ മതി, നിങ്ങൾ എന്താ ചിന്തിക്കുന്ന ഓർത്തോണം. അന്ന് പോകുമ്പോൾ അവിടെ ഒരു കുറച്ച് പ്രസംഗവും കേട്ട് ഒരു സ്വത്രാഴ്ച കേട്ട് ഞാൻ വരണം എന്നൊരു ചിന്തയോടെ വരുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതമല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ, ഹല്ലേലൂയ, 2024 വർഷങ്ങൾക്ക് മുമ്പാകെ കാൽവരി ഗിരിമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണിമേ തകർക്കപ്പെട്ട ക്രിസ്തു എൻ്റെ പാപത്തിനും എൻ്റെ ശാപത്തിനും എൻ്റെ രോഗത്തിനും എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു എന്നും, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകളും, എല്ലാ തോൽവികളും, എല്ലാ പ്രയാസങ്ങളും എൻ്റെ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല എന്ന കാഴ്ചപ്പാടോടുകൂടെ നന്ദിയോടെ ദേവാലയത്തിൽ വരുന്നുവെങ്കിൽ
ഒന്നുകൂടെ പറഞ്ഞാൽ, ആ ദേവാലയത്തിൽ വരുമ്പോൾ, അപ്പാ, ഈ ഒരു ആരാധന കഴിഞ്ഞു വരുമ്പോൾ എനിക്കൊരു സുഖമല്ല അനുഭവിക്കേണ്ടത്, എൻ്റെ അപ്പനോടുള്ള സ്നേഹത്തിൽ നിന്നുള്ളതായ എന്തെങ്കിലും ഒരു സ്പർശനം എനിക്ക് താ അപ്പാ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, വിവിധമായ പക്ഷക്കാരെന്ത് ചെയ്യാണ്? കടന്നു വരികയാണ്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് 5 വിധമാകുന്ന ശുശ്രൂഷകന്മാരുണ്ട് അല്ലേ? അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഉപദേശകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്. നമ്മൾ ഓർക്കണം, ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം, പഴയ നിയമ കാലഘട്ടത്തിൽ ഓരോരുത്തരും ഒരു അഭിഷേകമുള്ളപ്പോൾ പുതിയ നിയമത്തിൽ ഒറ്റ അഭിഷിക്തനേ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തു. ദൈവസഭ പണിയപ്പെടേണ്ടത് ഈ 5 വിധമാകുന്ന ശുശ്രൂഷയിൽ നിന്നുള്ളതായ ഒരു പണിയായിരിക്കും വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ദൈവസഭയിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും സഭയുടെ വളർച്ചയ്ക്ക് പങ്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എന്ത് ചെയ്യാം? ശുശ്രൂഷിക്കാം. ഒരുമിച്ച് നിന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ വരുമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, ഞാനൊരു കാര്യം കൂടെ പറയാം. ദൈവം പലരെയും ഈ 5 ശുശ്രൂഷകൾ ഏതെങ്കിലും ശുശ്രൂഷ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങളെ അപ്പോസ്തലനായിരിക്കാം, പ്രവാചകൻ. ഇന്ന് പലർക്കും പ്രവചകന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ദൈവദാസന്മാർ. കാരണം എന്നാണെന്നറിയാം? ദൈവദാസന്മാർക്ക് അങ്ങനെ പേടിക്കുന്നതിന് കാരണം എന്നറിയാമോ? ഈ സഭ പോയി പോകുമോ എന്നുള്ള ഭാരമാണ്, സ്പ്ലിറ്റായി പോകുമോ എന്നുള്ള ഭാരം. ഞാൻ പറയട്ടെ, ഈ ദൈവസഭയാകയാൽ അങ്ങനെ ഒരു ചിന്ത ദൈവസഭയ്ക്കകത്ത് വന്ന് ഞാൻ പറയുന്നു, അത് ദൈവികമല്ല, ഒരു പൈശാചികമാണ്. നമ്മുടെ ദൈവസഭയ്ക്കകത്ത് സ്പ്ലിറ്റോ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടക്കട്ടെ. 10 സ്പ്ലിറ്റായ 10 സഭയുണ്ടായെങ്കിൽ 10 വരെ ദൈവത്തിൻ്റെ പദ്ധതി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാനുള്ള മനോഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. എന്നത് പറ്റുമോ? പറ്റത്തില്ല. ഒറ്റ വ്യക്തികൾ കേന്ദ്രീകൃതമായ അനുഭവങ്ങളാകരുത്. ദൈവസഭയ്ക്കകത്ത് 5 വിധമാകുന്ന ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലരുടെയും പ്രശ്നം എന്നറിയാമോ? എന്നെ ദൈവം ഒരു വിശ്വാസിയായിട്ട് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കും. പലരുടെ മനോഭാവം അതാണ് അല്ലേ? ഹലോ, എന്നെ ദൈവം ഒരു വിശ്വാസിയായി, ഒരു പക്ഷേ എൻ്റെ അവസാനത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് കരങ്ങളടിക്കണം. പാസ്റ്റർ അന്യഭാഷ തുടങ്ങുമ്പോൾ ഞാനും കൂടെ അന്യഭാഷ പറഞ്ഞ് പാസ്റ്റർ എന്ന് എന്ത് ചെയ്യണം? ഒരല്പനേരം ഉണ്ടാകുന്ന ഒരു പ്രകമ്പനത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് ആരാധിക്കണം. പാസ്റ്റർ നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കണം. ഇവിടെ ക്രിസ്തുവിനെ പലരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയൊക്കെ നമ്മളും ചിന്തിച്ചൊരു കാലഘട്ടം, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയോട് പറയുന്നൊരു ആലോചന എന്ന് പറയുന്നത്, കർത്താവിന് ദൈവസഭയുടെ ഒരു പണിക്ക് വേണ്ടി കർത്താവ് എന്നെ ഏത് വിധത്തിൽ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുവാനും ആലോചിക്കുവാനും ദൈവത്തോട് കരയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവസഭ വളരേണ്ടത് നമ്മുടെ കഴിവ് കൊണ്ടാകരുത്, പ്രസംഗത്തിൻ്റെയോ ലീഡിങ്ങിൻ്റെയോ മറ്റൊന്നിൻ്റെ കഴിവല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും എന്തില്ല, അങ്ങനെ അംഗീകരിക്കപ്പെടാനുള്ള അവകാശമൊന്നും ആർക്കില്ല. പക്ഷേ ഞാൻ പറയുന്നു, ദൈവസഭ നാം ഒരുമിച്ച് പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ്, ഈ സഭ ക്രിസ്തുവിൻ്റെ സഭയാകയാൽ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ സഭയാകയാൽ, ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പറയുന്നു, നിങ്ങളായിരിക്കുന്ന സഭകളിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ സഭയാകയാൽ നിന്നെ, താങ്കളെ ദൈവം ഏതു പദ്ധതിയിൽ, ഏതു തെരഞ്ഞെടുപ്പ്, ഏതു വിളി നിന്നെ കുറിച്ചുണ്ടെന്ന് ഈ ദിവസങ്ങൾ കണ്ടുപിടിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിന്നെ പ്രവാചകനായിട്ടാണോ, പ്രവാചകിയായിട്ടാണോ, അല്ല ഉപദേശകനായിട്ടാണോ, സുവിശേഷകനായിട്ടാണോ, അപ്പോസ്തലനായിട്ടാണോ? Come out in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ദൈവസഭകളിൽ ക്രിസ്തുവിനെ കേന്ദ്രീകൃതമായ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ വിശ്വാസ തൽപരായ ഒരു തലമുറ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ പുറത്തിറങ്ങട്ടെ. കാലം അതിവിദൂരമല്ല. ദൈവസഭകളിൽ ദൈവദാസന്മാരുടെ പേരിൽ ലേബലുകളും പോയി ഇന്നയാളുടെ സഭയുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാ പൈശാചിക അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ ദൈവസഭകളിൽ നിന്ന് മാറിപ്പോകട്ടെ. നമുക്കിന്ന് പകൽക്കാലം പറയാൻ പറ്റും, അപ്പാ, എന്നെ ദൈവം ആക്കി വെച്ചൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പറയുന്നു, ഒരു ദൈവസഭയ്ക്കകത്ത് താങ്കളെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന ഉദ്ദേശമുണ്ട്. അത് ചുമ്മാ വന്ന് ആരാധിക്കുവാനല്ല കേട്ടോ, അല്ല അല്ല അല്ല. ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താൻ ഇതൊക്കെ അങ്ങനെ ഒരു ചിന്തയായി മുഴുകി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, അപ്പാ, ഈ സഭയിൽ, ഞാനായിരിക്കുന്ന ഈ സഭയിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്?
ഞാൻ പറയുന്നു, ഈ 5 വിധമാകുന്ന കോളിങ്ങും എല്ലാ ദൈവമക്കൾക്കുമുണ്ട്. പക്ഷേ നിങ്ങൾ ആ കോളിങ് മനസ്സിലാകാതെ, ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാകാതെ നിങ്ങളിൽ തന്നെ ഒതുങ്ങിപ്പോയാൽ, നിങ്ങൾ മുഖാന്തരം അനേകം സുവിശേഷം കേട്ട് ദൈവത്തെ അറിയേണ്ടവർ, നിങ്ങൾ അല്ലെങ്കിൽ പലരോടും പറഞ്ഞ് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് പ്രവചനാത്മാവിൽ ചെന്ന് ഇന്ന വ്യക്തിയോട് ചെന്ന് ഇന്നതുപോലെ ചെന്ന് പറഞ്ഞ് അവന്റെ ജീവനെ രക്ഷിക്കുവാൻ ദൈവം നിന്നെ ചിലത് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ, ദേശത്തിൽ നടക്കുന്ന ചില ഹല്ലേലൂയ ആത്മഹത്യക്ക് പോലും ദേശത്തിന്റെ ചില കാവൽക്കാരായി ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ, ഒരുപക്ഷെ ഓർക്കണം, പല വ്യക്തികളുടെയും ജീവന് പോലും താങ്കൾ ഭീഷണിയാകുന്നു. ഈ ഒരു മനോഭാവം നമ്മൾ വരണം. കർത്താവ് നിന്നെ ആഗ്രഹിക്കുന്ന പദ്ധതിയുണ്ട്. അതിലേക്ക് നാം എത്തപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിൽ കേന്ദ്രീകരമായി ചിന്ത നമ്മെ ഭരിച്ച് ദൈവവചന പ്രകാരം നീതീകരണം പ്രാപിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തികളെ ദൈവം ചില പണിക്കായി ദൈവം കാത്തിരിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ എന്നെ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്ത് എന്തിനാണ് കർത്താവേ? ദൈവത്തോട് നിലവിളിക്കണം. ഞാൻ പറയുന്നു, നമ്മളായിരിക്കുന്ന ഈ UK രാജ്യത്തിനകത്ത്, ഈ ഇംഗ്ലണ്ടിനകത്ത്, വെസ്റ്റേൺ സൂപ്പർ മേയർ എന്ന് പറയുന്ന ഈ സ്ഥലത്തിനകത്ത് ഈ ഒരു സഭ ദൈവം വേദിച്ചെന്ന് കാരണം ഈ ദേശത്തിനകത്ത് ചില ദൈവത്തെ അറിയാത്തവരുണ്ട്. അവിടെ സുവിശേഷം പറയാനാണോ, പ്രവചനാത്മാവിൽ ചില വിഷയങ്ങളെ ഷെയർ ചെയ്ത് കർത്താവിനെ കൊണ്ടുവരാനാണോ, അല്ല നിന്നെ ഉപദേശിക്കാനാണോ? നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? എന്തായാലും കർത്താവേ, ഞാനത് തിരിച്ചറിയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധൻ പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന ദൗത്യം. ദൈവദാസന് മാത്രം കേന്ദ്രീകൃതമല്ല. ദൈവദാസന്റെ കർത്തവ്യം എന്നാണെന്നറിയാമോ? ശ്രദ്ധയോടെ കേൾക്കണം. ദൈവദാസന്റെ കർത്തവ്യം എന്താണ്? ഇടയന്മാരുടെ കർത്തവ്യം വരുന്ന ആടുകളെ സംരക്ഷിക്കുക. അപ്പം ആടുകളെ മേക്ക് ചെയ്യുന്ന ആരുടെ പരിപാടി എന്നറിയാമോ? ആടുകളുടെ പരിപാടിയാണ്. ഇടയനാണോ പെറുന്നത് അതോ ആടുകളാണോ പെറുന്നേ? ആരാ പ്രസവിക്കുന്നേ? ഇടയനാണോ ആടാണോ? ആടുകളാണ്. അപ്പോൾ നിങ്ങളാണ് ദൈവസഭയിൽ ദൈവമക്കളായി വെച്ചിരിക്കുന്ന നമ്മെ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഇടയന്മാർക്ക് ഒരു ദൗത്യമുണ്ടെങ്കിൽ തന്നെയും ഞാൻ പറയുന്നു, ദൈവസഭ ഒരുമിച്ച് നിന്നാലേ ദൈവസഭ വളരത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ അങ്ങനെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു സഭ നമ്മളിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ മൂടാം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇന്ന് പൽക്കാൻ ദാവീദ് ദൈവത്തോട് നിലവിളി, എൻ്റെ കർത്താവേ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസ്, അതിൻ്റെ പ്രാഗൽഭ്യം എത്ര വളരെ വലുതായിരുന്നു എന്ന് ഇന്ന് പകൽക്കാലം പല വാക്യങ്ങളിലൂടെ പുതിയ നിയമ കാലഘട്ട ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ഒരു വിഷയമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിലേക്ക് ഞാൻ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടിക്കിടക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ വളർച്ചയെ, ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം വിശ്വാസി, ഒരു കൂട്ടം ജാതികളെ ഹല്ലേലൂയ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സ്വയമായി പറയാൻ പറ്റും, കർത്താവേ ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാനായിരിക്കുന്ന ഈ ദൈവം കേൾക്കുന്ന വിവിധ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ അവരവരായിരിക്കുന്ന സഭകളിൽ, നിങ്ങൾ അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവേ എന്നെ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്ത് എന്തിനാണെന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? കർത്താവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ നാം ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ പ്രയോജനപ്പെടുന്ന ദൈവമാകും. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആരാധനയ്ക്ക് അകത്തുണ്ടാവുന്ന അനുഭവം മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഞാൻ ഇന്നയാളാണെന്നുള്ള ബോധ്യതയോടെ ജീവിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്ന ഒരു അനുഭവം മാത്രമല്ല. അഭിഷേകം എന്ന് പറയുന്നത്, അന്യഭാഷ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തി വഴി ഇതാകുന്നു മകനെ മകളെ എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഇന്ന് പകൽക്കാലം ഒരു പക്ഷേ താങ്കൾക്ക് അന്യഭാഷ പറയുവാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും താങ്കളെ ആത്മീകപരമായി ആത്മീക ദിശയിലേക്ക് നിന്നെ നയിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണെങ്കിൽ ഞാൻ പറയുന്നു, താങ്കൾ ഒരു അഭിഷിക്തനാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ ഇന്ന് ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം നമ്മുടെ എല്ലാ പ്രസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു നിമിഷം
നമുക്കെല്ലാവരും അല്പനിമിഷം പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ആലോചന ഇന്ന് പകൽക്കാലം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, കർത്താവേ, എന്നെ ഈ സഭയുടെ പണിക്കായി കർത്താവേ ദൈവം എന്നെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് കർത്താവ്? ഞാൻ പറയുന്നു, അനേകം പേർ നമ്മുടെ മുമ്പിൽ മരിച്ചുപോയി, അനേകം പേർ അല്ലയോ പല അപകടങ്ങൾ പെട്ടുപോയി, പലരും അല്ലയോ സ്തോത്രം വലിയ ആത്മഹത്യയിൽ ചെയ്യുവാനിടയായിരുന്നു. പക്ഷേ ഒരു പരിധി വരെ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാവൽക്കാരാ കാവൽക്കാരാ, ഹല്ലേലൂയ, രാത്രി എന്താ എന്ന് ചോദിക്കുന്ന ചില ദേശത്തിൻ്റെ കാവൽക്കാരനെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ദേശത്തിനകത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി നിന്നെ അപ്പോയിൻമെന്റ് ചെയ്ത് നിന്നെ ഒരു പ്രവാചകനായി പ്രവാചക അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ നിന്നോട് ദൈവം അറിഞ്ഞിട്ട് മാത്രമേ ആ ദേശത്തിൽ ഒരു സംഭവം നടക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം കർത്താവേ, ജാതികളുടെ ഇടയിൽ ഒരുപാട് പേർ യേശുവിനെ അറിയുവാനുണ്ട് കർത്താവേ. അപ്പാ, ഞാൻ മുഖാന്തരം തകർക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കർത്താവേ. ഈ സഭ ഞങ്ങൾ ഒരുമിച്ച് നിന്നാലേ പറ്റത്തുള്ളൂ കർത്താവേ. എന്നെ ദൈവം ഏതിലാണ് അഭിഷേകം ചെയ്യുന്നത്? കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളായിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ പറയണം, കർത്താവേ, എന്നെ ദൈവം ഹല്ലേലൂയ ഒരു പാട്ടുപാടാനും ഒരു ഹല്ലേലൂയ മറ്റു ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനും മാത്രമല്ല കർത്താവേ, ദൈവസഭയുടെ പണിക്കായി എന്നെ ദൈവം അഭിഷേകം ചെയ്ത് ഏതിലാണ് കർത്താവേ എന്ന് നമുക്കൊന്നൊരു നിമിഷം ചിന്തിക്കാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ സഭയായി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യക്തികൾക്ക് സ്ഥാനമില്ലാത്ത, വ്യക്തികൾക്ക് പ്രാതിനിധ്യമില്ലാത്ത സഭയായി യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളായിരിക്കും സഭ തീരട്ടെ കർത്താവേ. ഈ ദൈവം നിങ്ങൾക്കുന്ന ഓരോ സഭകളിലും അങ്ങനെ ഒരു അനുഭവം വരട്ടെ കർത്താവേ. യേശുവേ, ഇടയന്മാരെയും കർത്താവേ പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും ഞങ്ങളെല്ലാ പേരെയും അപ്പാ ഒരുപോലെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ കർത്താവേ, ഈ കാലഘട്ടത്തിൽ ദൈവമേ ഞങ്ങളത് ഉപയോഗിക്കണം കർത്താവേ. അപ്പാ, എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണ് കർത്താവേ? പലപ്പോഴും നിനക്ക് കഴിയാതെ പോകുന്ന നിങ്ങൾ ഓർക്കണം, താങ്കൾ മുഖാന്തരം എത്ര പേരെ നഷ്ടപ്പെട്ടു പോകുന്നേ. ഒരു നിമിഷം ഒന്ന് മടങ്ങി വരാൻ പറ്റുമോ? ഒന്ന് മടങ്ങി വരാൻ പറ്റുമോ കർത്താവേ? എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന, താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ വിശ്വാസിയിരിക്കാൻ വേണ്ടി മാത്രമല്ല, കർത്താവിൻ്റെ വേലക്കാരായി, കർത്താവിൻ്റെ വേലക്കാരികളായി, സഭയുടെ ഉയർച്ചയ്ക്കായി, സഭയുടെ കെട്ടുപണിക്കായി, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ സഭയുടെ വർദ്ധനവിനായി ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവേ, എന്നെ ഞാൻ സമയം എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഒരു പക്ഷേ സാഹചര്യം നിനക്കൊന്നും അനുകൂലമായിരിക്കണമെന്നില്ല. മോശെ ദൈവം അപ്പോയിൻമെന്റ് ചെയ്തപ്പോൾ മോശെ ദൈവം വിളിച്ചോ പറയുകയാണ്, എനിക്കതിന് കഴിയത്തില്ല. ഇതുപോലെ നിന്റെ മനസ്സും താങ്കളും പറയുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട് ദൈവസഭയിൽ എനിക്കും എന്തൊക്കെ ചെയ്യണം, ദൈവസഭയിൽ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, പക്ഷേ എനിക്ക് കഴിവില്ല. മോശ ഇതുപോലെ പറഞ്ഞു, പക്ഷെ കഴിവില്ല. വിക്കനായ മോശ പറയുന്നു, നിന്റെ വിക്കു മാറ്റുമെന്ന് ഒരിക്കൽ പോലും കർത്താവ് പറഞ്ഞിട്ടില്ല കേട്ടോ. അവൻ്റെ വിക്ക് മാറിയ ചരിത്രവുമില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം മകനെ മകളെ ഞാൻ പറയുന്നു, ദൈവസഭയുടെ പണിക്കായി ദൈവം താങ്കളെ ആക്കി ശുശ്രൂഷകളിലേക്ക് നീ കാലെടുത്ത് വയ്ക്കാൻ വേണ്ടി കാലഘട്ടം പോകുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവ് എന്നെ അതിനായി ഞാൻ സമർപ്പിക്കുന്നത്, എന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ഉള്ളിൽ പറഞ്ഞോ, ഓരോ നിമിഷം പറഞ്ഞു. ഈ സമയത്ത് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പറഞ്ഞു. ജോലി സ്ഥലങ്ങളിൽ, നാം ആയിരിക്കുന്ന വീടുകളിൽ, നാം ആയിരിക്കുന്ന കോളേജുകളിൽ, നാം ആയിരിക്കുന്ന സ്കൂളുകളിൽ നമുക്കൊന്ന് പറയാം, കർത്താവേ, എന്നെ ദൈവം ആക്കി വച്ചിരിക്കുകയാണ്, എന്നെ ദൈവം അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പാ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അല്ലെ, വിക്കനായ മോശയുടെ വിക്ക് ദൈവം മാറ്റിയില്ല. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോശുവ പറയുകയാണ്, ഈ മോശയുടെ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് എല്ലാ പ്രയാസം കൊണ്ട് യോശുവ പറയുന്നു, എനിക്ക് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ യോശുവയോട് പറയുന്നു, നിനക്ക് പല സാഹചര്യങ്ങളും നിനക്ക് അനുകൂലമല്ലായിരിക്കാം, നിന്റെ മൈൻഡ് സെറ്റിൽമെന്റ് പോലും നിനക്ക് അനുകൂലമല്ലേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ഞാൻ പറയാതെ നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ നിന്നതുപോലെ നിന്നോടുകൂടെ നിൽക്കും, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം എന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം കാലെടുത്ത് വച്ച യോശുവയോട് ദൈവത്തിന്റെ അഭിഷേകം ജീവിതത്തിന്റെ സമസ്ത മേഖല ഉണ്ടായിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്നെ കുറിച്ചുള്ള സാഹചര്യം നിനക്ക് അനുകൂലമല്ലായിരിക്കാം. കർത്താവിനുടെ അപ്പാ, എൻ്റെ ഈ ഒരു
ഒരു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ദൈവസഭയുടെ കെട്ടുപണിക്കായി എന്നെ ഞാൻ സമർപ്പിക്കും. എത്ര പേർക്ക് പറയുവാൻ കഴിയും? അത് ഭൗതികമുണ്ടെന്ന സഭയല്ല, ക്രിസ്തു വിളിക്കപ്പെട്ട കർത്താവിന് വേണ്ടി വിളിച്ചു വേദനിക്കപ്പെട്ടവരുടെ കൂട്ടം. ഈ കാലഘട്ടത്തിൽ ഈ ദേശത്തിനകത്ത് പല ജാതികൾ നിൽക്കുമ്പോൾ, പല അക്രൈസ്തവർ നിൽക്കുമ്പോൾ, ദൈവത്തെ അറിയുന്നുണ്ട് പറയും, അറിയാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മെ അഭിമാനം ചെയ്തിരിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കേട്ട്, കർത്താവേ കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, താങ്കളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. നിനക്കതിന് കഴിയില്ല എന്ന് പറയും നിർത്തിവെച്ചിട്ട് കർത്താവ് പറയും നിനക്ക് കഴിവില്ല, പക്ഷേ നിന്റെ കഴിവ് ഞാൻ വർദ്ധിപ്പിക്കാമെന്ന് പറയത്തില്ല, പക്ഷേ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എഗസ്കേ പ്രവചനത്തിൽ വചനം പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി ഒരു കാലെടുത്തു വച്ചാൽ ആ പ്രവൃത്തി ആർക്ക് തടുക്കുവാൻ കഴിയും? ഞാൻ നിനക്കൊണ്ടൊരു വാതിൽ തുറന്നാൽ അതാർ അതിനടയ്ക്കുവാൻ കഴിയും? ഹല്ലേലൂയ. അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഹല്ലേലൂയ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ദൈവസഭയുടെ, ഞാനായിരിക്കും ദൈവസഭയുടെ കെട്ടുപണിക്കായി എന്നെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ, ഒരു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ എനിക്ക് നിൽക്കുവാൻ കർത്താവിന്റെ സന്നിധി, മനുഷ്യരുടെ മുമ്പിലല്ല കർത്താവേ, മനുഷ്യരുടെ മുമ്പിലല്ല കർത്താവേ, മനുഷ്യരുടെ മുൻപിലല്ല കർത്താവ്, കർത്താവിന്റെ സന്നിധി പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളതാ, നീ എൻ്റെ സർവവും, എല്ലാറ്റിനും ജീവനൻ പേർക്കായി തന്നദീനാ, നീ എൻ്റെ സർവവും, എല്ലാറ്റിനും തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യം. അല്പനിമിഷം നമ്മുടെ മുമ്പിൽ കടന്നുപോയെങ്കിൽ ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച്, കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. പൂർണ്ണമായി ദൈവസന്നിധി വിശ്വസ്തയോടെ നിർത്തണപ്പാ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം എടുക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, അപ്പനോടുള്ള ചേർന്നുള്ള ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ഒരു നിമിഷം പറയാം, അപ്പാ നിങ്ങളൊരു പക്ഷേ എവിടെയായിരുന്നോട്ടെ, ഈ കേൾക്കപ്പെടുന്ന എല്ലാവരും അല്പം നിമിഷം എഴുന്നേറ്റ് ദൈവത്തോട് പറയാം, കർത്താവ് എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം ഈ ദിവസങ്ങളിൽ കർത്താവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് കർത്താവിൻ്റെ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധി സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിനുവേണ്ടി ഒരുപാട് പേർ കർത്താവെ ദൈവത്തെ അറിയുവാനുണ്ട് കർത്താവേ. ദൈവമേ, അതിനായി കർത്താവെ എന്നെ ദൈവം ഏത് കോളിങ്ങിലാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് ഈ ദിവസങ്ങൾ അറിയട്ടെ കർത്താവേ. അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ അപ്പ അങ്ങനെയുള്ള വിളികൾ യേശുവിൻ്റെ റിവീൽഡ് ആവട്ടെ. ഈ കാലഘട്ട ദൈവസഭയ്ക്കകത്ത് അങ്ങനെയുള്ള വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായി ദൈവത്തിൻ്റെ കൃപകളാൽ അവരെ നിറയ്ക്കട്ടെ കർത്താവേ. ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേ. നാം നിൽക്കുമ്പോൾ തന്നെ ദയവായി എല്ലാവരും ഇരിക്കാം, അവിടെ സ്ഥാനത്തിരിക്കാം. സാക്ഷിയുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മുട്ടോ